ആണ്. അപ്പൊ ക്രിസ്മസ് എക്സാം നടന്നുകൊണ്ട് നിൽക്കാണ്, മാത്സ് പരീക്ഷയൊക്കെ നടന്നുകൊണ്ട് നിൽക്കാണ്, സെറ്റ് ആയിട്ട് എന്റെ മക്കള് ചെയ്തോണ്ട് നിൽക്കുകയാണെന്ന് മിസ്സിന് അറിയാം, അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് മിസ്സിന് അറിയാം. അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പ്രധാനമായ ഒരു ചോദ്യം തരാനാണ് കേട്ടോ മിസ് എന്ന് വന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് ആ ചോദ്യം എന്ന് നമുക്ക് നോക്കിയാലോ. മക്കളെ, നിങ്ങൾ എല്ലാവരും സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ പച്ചക്കറികളുടെ കുറച്ച് എണ്ണങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ വെണ്ടയുണ്ട്, തക്കാളി, ഉരുളക്കിഴങ്ങ്, മുരിങ്ങാക്കായ, ഇത്രയും പച്ചക്കറികളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി സഞ്ചിയിലുള്ളത് 9 വെണ്ട, 8 തക്കാളി, 8 ഉരുളക്കിഴങ്ങ്, 7 മുരിങ്ങാക്കായ കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് സഞ്ചിയിലുള്ളത്. അതുപോലെ അടുത്ത കോളത്തിൽ നിങ്ങൾ നോക്കിക്കേ, സാമ്പാറിന് മാറ്റിവെച്ചവ, സാമ്പാറിന് വേണ്ടി മാറ്റിവെച്ചത് എത്ര എണ്ണമാണ് എന്നുള്ളത് തന്നിട്ടുണ്ട്. വെണ്ട നോക്കുകയാണെങ്കിൽ 7 എണ്ണമാണ് വെണ്ട മാറ്റിവെച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്നറിയോ, ബാക്കി എത്രയാണ് നമ്മുടെ സഞ്ചിയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ സഞ്ചിയിൽ ആകെയുള്ള വെണ്ടകൾ എന്ന് പറയുന്നത് 9 സാമ്പാറിന് മാറ്റിവെച്ച വെണ്ട എന്ന് പറയുന്നത് 7 അപ്പൊ ബാക്കി വരുന്ന വെണ്ട എത്രയായിരിക്കും? അതെ, 9 മൈനസ് 7 ചെയ്താൽ ബാക്കി എത്ര വെണ്ട ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റൂലേ. അപ്പൊ 9 മൈനസ് 7 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 2 ഉത്തരം കിട്ടുക എന്ന് എന്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയാം. 9 മൈനസ് 7 ചെയ്താൽ 2 ആൻസർ എന്ന് എല്ലാവർക്കും അറിയാലേ. ഇനി അടുത്തത് നിങ്ങൾ നോക്കിക്കേടാ, തക്കാളി ഉണ്ട്. സഞ്ചിയില് 8 തക്കാളിയാണുള്ളത്, സാമ്പാറിന് വെച്ചതോ 5 തക്കാളിയില്ലേ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ബാക്കി കണ്ടുപിടിക്കുക? 8 മൈനസ് 5, 8 മൈനസ് 5 ചെയ്താൽ മതി. നമുക്ക് എത്രയാണ് ഉത്തരം കിട്ടുക? 3 എന്ന് ഉത്തരം കിട്ടും അല്ലെ, 3 എന്ന് ഉത്തരം കിട്ടും. ഇനി അടുത്തത് അതുപോലെ നോക്കിയാൽ നമുക്ക് ഉരുളക്കിഴങ്ങുണ്ട്. ഉരുളക്കിഴങ്ങ് സഞ്ചിയിൽ ആകെയുള്ളത് 8 സാമ്പാറിന് മാറ്റി വെച്ചതോ 6 അങ്ങനെയെങ്കിൽ ബാക്കി കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 8 മൈനസ് 6, 8 മൈനസ് 6 ചെയ്താൽ മതി, വിച്ച് ഇസ് ഈക്വൽ ടു 2 ആണല്ലേ. 8 മൈനസ് 6 ചെയ്താൽ നമുക്ക് 2 കിട്ടും. ഇനി അവസാനമായിട്ടൂടാ മുരിങ്ങാക്കായ ആണുള്ളത് അല്ലെ. മുരിങ്ങാക്കായ സഞ്ചിയിൽ 7 7 എണ്ണം ഉണ്ട് അല്ലെ. 7 മുരിങ്ങക്കായ സഞ്ചിയിലുണ്ട്. സാമ്പാറിന് വേണ്ടി മാറ്റി വെച്ചത് 3 അപ്പൊ ബാക്കി എത്രയുണ്ട് നമ്മുടെ സഞ്ചിയിൽ നിന്ന് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? 7 മൈനസ് 3, 7 മൈനസ് 3 ചെയ്താൽ നമുക്ക് 4 കിട്ടും, 4 കിട്ടും. ഇനി നമുക്ക് ഒരു ചോദ്യം കൂടെ ഉണ്ടേ. ഏത് പച്ചക്കറിയാണ് കൂടുതൽ എണ്ണം ബാക്കിയായത് ഏത് പച്ചക്കറിയാണെന്നാണല്ലേ ചോദിച്ചത്. അതായത് 2, 3, 2, 4 ഇതിൽ ഏറ്റവും കൂടുതൽ ഏതാണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കിക്കേടാ, വെണ്ട ബാക്കിയായത് 2 തക്കാളി ബാക്കിയായത് 3 ഉരുളക്കിഴങ്ങ് ബാക്കിയായത് 2 അതുപോലെ മുരിങ്ങക്കായ ബാക്കിയായത് എത്ര 4 അപ്പൊ ഏതാണ് ഏറ്റവും കൂടുതൽ ബാക്കിയായത്? നമ്മുടെ മുരിങ്ങക്കായാണ്. സോ നമ്മൾ ഇവിടെ ഇങ്ങനെ എഴുതി വെക്കണം, നമ്മുടെ മുരിങ്ങക്കായാണ് ഏറ്റവും കൂടുതൽ ബാക്കിയായത് എന്ന്. അപ്പൊ ഇത്രയേ ഉള്ളൂ മക്കളെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ആൻഡ് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.